ഒറ്റയ്ക്ക് നിങ്ങൾ മാനോട് കളിച്ച നിന്നെ പോലെയുള്ള കൂട്ടുടമ അവന്റെ വിധി. ഗബ്രി പടിയിറങ്ങി. ഗബ്രി പോവാൻ കാരണം നീ. ജാസ്മിനെ കുറ്റപ്പെടുത്തി ജിൻഡോ. വീഡിയോ വൈറലായി. നീ ഒരൊറ്റൊരുത്തി കാരണമാണ് ഗബ്രി പോയത് എന്നാണ് ജിൻഡോ ജാസ്മിനെ കുറ്റപ്പെടുത്തുന്നത്. അവൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ മാന്യമായി കളിച്ചേനെ. നിന്റെ കൂടെ കൂടാൻ പോയത് അവൻ്റെ വിധി എന്നും ജിൻഡോ കുറ്റപ്പെടുത്തി. ബിഗ് ബോസ് സീസൺ 6 ഗബ്രിയുടെ ഏവിയേഷൻ ജാസ്മിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതിനിടയിൽ വീണ്ടും ജാസ്മിനെ മാനസികമായി തളർത്താനുള്ള ശ്രമത്തിലാണ് ജിൻഡോ. ബിഗ് ബോസ് മലയാളം 6ാം സീസൺ 9ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായൊരു പടിയിറക്കത്തിനാണ് 8ാമത്തെ ആഴ്ച സാക്ഷിയായത്. മികച്ച ഗെയിമർ എന്ന രീതിയിൽ ശ്രദ്ധ നേടിയ ഗബ്രിയാണ് അപ്രതീക്ഷിതമായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ടായത്. മത്സരാർത്ഥികളെല്ലാം അൻസിബയാവും ഈ ആഴ്ച പുറത്താവുക എന്ന നിഗമനത്തിലായിരുന്നു. അതിനാൽ തന്നെ മത്സരാർത്ഥികളെല്ലാം വലിയ ഷോക്കിംഗ് ആയിരുന്നു ഗബ്രിയുടെ പടിയിറക്കം. ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ആദ്യം മുതൽ ശ്രദ്ധ നേടിയ കോംബോ ആയിരുന്നു ജാസ്മിനും ഗബ്രിയും. ഇരുവരുടെയും ബന്ധം പ്രേക്ഷകർക്കിടയിലും സഹമത്സരാർത്ഥികൾക്കിടയിലും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. ഇരുവരും പ്രേക്ഷകരെ കബളിപ്പിച്ച് ലവ് ട്രാക്ക് കളിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പ്രേക്ഷകർ ഈ കോംബോയോടുള്ള പ്രധാന വിമർശനം. തനിയെ നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഫൈനൽ 5ൽ വരെ എത്താൻ മാത്രം കാലിബറുള്ള മത്സരാർത്ഥികളായിരുന്നു ഗബ്രിയും ജാസ്മിനുമെന്നും വലിയൊരു വിഭാഗം പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ നിന്നും 8ാമത്തെ ആഴ്ചയിൽ ഗബ്രി എവിക്റ്റ് ആവുകയായിരുന്നു. ബിഗ് ബോസ് മലയാളം 6ാം സീസൺ അതിൻ്റെ 9ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ കൂടി പടിയിറങ്ങുകയാണ്. ഗബ്രിയാണ് ബിഗ് ബോസ് വീട് വിട്ടിറങ്ങിയ ആ ബിഗ് ബോസ് കിരീടം ചൂടാൻ ആർക്കാണ് കൂടുതൽ സാധ്യത എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗബ്രി ഇപ്പോൾ. ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ ബിഗ് ബോസ് വിജയിയാകുമെന്ന് ഗബ്രി പറയുന്നു. ജാസ്മിൻ വിജയിയാകണം എന്നാണ് എനിക്കാഗ്രഹം. ജിൻഡോ ചേട്ടൻ നന്നായി കളിക്കുന്ന ഒരാളാണ്. വിന്നറാവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ വേറൊരു രീതിയിൽ അനുഭവിച്ചിട്ടുള്ള ആളാണ് ജിൻഡോ ചേട്ടൻ. പുള്ളിയും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്. ജിൻഡോ ചേട്ടന് അവിടെ ഒറ്റപ്പെടലിൽ കൂട്ടായി ഉണ്ടായിരുന്നത് ജാൻമണി മാത്രമായിരുന്നു. ജാൻമണി പോയതിൽ പിന്നെ പുള്ളി തനിയെയാണ്. ഗബ്രി ജാസ്മിൻ കോംബോ വളരെ വഷളായപ്പോൾ ലാലേട്ടൻ ഇടപെട്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുകയും കന്നിമാസക്കളി കാണാനല്ല പ്രേക്ഷകർ ഇരിക്കുന്നത് എന്നുള്ള കമൻറ്റും ലാലേട്ടൻ അവിടെ പറയുകയുണ്ടായി. അങ്ങനെ ഗബ്രി എവിക്റ്റ് ആവുകയായിരുന്നു. നിങ്ങളുടെ കന്നിമാസക്കളി കാണാനല്ല പ്രേക്ഷകർ ഇരിക്കുന്നതെന്നും വളരെ വഷളായിട്ടുള്ള ഇവരുടെ കോംബോ പിന്നീട് പ്രേക്ഷകരുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായി ഗബ്രി എവിക്റ്റ് ആവുകയായിരുന്നു.